ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്ന് പിടിക്കപ്പെട്ട സവാദിനെ നമുക്കറിയാം. 38-കാരനായ സവാദ് എറണാകുളം സ്വദേശിയാണ്. ജോസഫ് മാഷിന്റെ കൈവെട്ടി. എന്തിന്? പ്രവാചക നിന്ന നടത്തി പോലും അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ചോദ്യപേപ്പറിൽ ചിഹ്നം മാറ്റിയിടുന്ന ഭാഗത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഒന്നും എടുത്തിട്ടില്ല. തിരക്കഥയുടെ രീതിശാസ്ത്രം എന്ന നോവലിന്റെ ഭാഗത്ത് നിന്ന് ഒരു 2 വരി എടുത്ത് ചിഹ്നം മാറ്റി എഴുതാൻ കൊടുത്തു. അതല്ലാതെ പ്രവാചകൻ ഒരു സ്ത്രീലമ്പടനാണെന്ന് പറഞ്ഞിട്ടില്ല. പ്രവാചകൻ ഒരു പെണ്ണുകൊതിയനാണെന്ന് പറഞ്ഞിട്ടില്ല. പ്രവാചകൻ ഒരു കൊള്ളക്കാരനാണെന്നോ കൊലപാതകിയാണെന്നോ പറഞ്ഞിട്ടില്ല. പ്രവാചകൻ ഒരു യുദ്ധക്കൊതിയനാണെന്നും ചോരക്കൊതിയനാണെന്നും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ പ്രവാചക ഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകളാണ്. ഇതൊക്കെ പറഞ്ഞാൽ പോലും അത് പ്രവാചക നിന്ദയുടെ പരിധിയിൽ വരില്ല. ഒരു സത്യം മാത്രം. പക്ഷേ അങ്ങനെ ഒന്നും പറയാതെ മുഹമ്മദ് എന്ന ഒരു പദം, ഒരു പേര്, ഒരു നാമം ചോദ്യപേപ്പറിൽ കൊടുത്തു എന്നതിന്റെ പേരിൽ 1036 യമകണ്ഠൻ കാലന്മാര് ചേർന്ന് മാസങ്ങളോളമായി ഗൂഢാലോചന നടത്തുന്നു. അതിന്റെ ചുക്കാൻ പിടിക്കുന്നത് സവാദ് എന്ന യുവാവ്. ഇയാള് മഴു ഉപയോഗിച്ച് ആ സാധുവായ മനുഷ്യൻ പ്രാർത്ഥിച്ചിട്ടു പള്ളിയിൽ നിന്ന് വരുന്ന സമയത്ത് കാറിൽ തടഞ്ഞു നിർത്തി, വഴിയിൽ തടഞ്ഞു നിർത്തി, കാറിൽ നിന്നും വലിച്ചിറക്കുന്നു, കാർ അടിച്ച് പൊട്ടിക്കുന്നു, ബോംബെറിയുന്നു, ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ആ മനുഷ്യനെ വലിച്ച് തറയിൽ കിടത്തി ചവിട്ടിപ്പിടിച്ചു ഖുർആനിലെ ശിക്ഷ നടപ്പിലാക്കുന്നു സവാദും കൂട്ടാളികളും. സവാദ് തന്നെയാണ് സകലതിന്റെയും നേതൃത്വം. മഴു പിടിച്ചു വലതും ഇടതും അറിയില്ല. വെട്ടിയപ്പോൾ 2 കൈക്കും വെട്ടുകൊണ്ടു. വലത് കൈയും ഇടത് കാലുമായിരുന്നു ലക്ഷ്യം വെച്ചത്. ആ ശിക്ഷ നടപ്പിലാക്കി. കൂട്ടുപ്രതികളിൽ പലരും കീഴടങ്ങുകയും പിടിക്കപ്പെടുകയും ചെയ്തിട്ടും സവാദ് ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റി ആർക്കും മുഖം കൊടുക്കാതെ ആശാരിപ്പണിയിൽ ഒതുങ്ങുകയാണ് കണ്ണൂരിൽ. SDPIയുടെ സഹായം ലഭിക്കുകയാണ് കോടികൾ. ഈ കോടികളുടെ സഹായവും ജോസഫ് മാഷിന്റെ കൈവെട്ടിയതിന്റെ പേരിൽ ഒരു പെണ്ണിനെ തന്നെ പാരിതോഷികം ലഭിക്കുന്നു. കോടികളും ഭൂമിയും പിടികിട്ടി. NIA പൊക്കി എടുത്തിട്ടുണ്ട്. ബാങ്ക് രേഖകൾ എടുത്തിട്ടുണ്ട്. പിടിക്കപ്പെടാതിരിക്കാൻ പഠിച്ച കള്ളനായ സവാദ് കക്കാൻ മാത്രമല്ല നിൽക്കാനും അറിയാമായിരുന്നു. അതുകൊണ്ടല്ലേ 13 വർഷം ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മൂക്കിൻ തുമ്പിൽ ജീവിക്കാൻ പറ്റിയത്. പോപ്പുലർ ഫ്രണ്ടുകാരുടെ കൃത്യമായ സഹായം എത്തി. പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടു. അതോടെ സഹായം നിന്നു. കാരണം അക്കൗണ്ടുകൾ NIA ഫ്രീസ് ചെയ്തല്ലോ. പിന്നീടാണ് ഒരു ആശാരിപ്പണിക്ക് പോകാൻ തീരുമാനിക്കുന്നത്. 8 മാസമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് ഒരു പഴക്കടയിലായിരുന്നു. കോടികൾ എടുത്ത് ചെലവാക്കാൻ പറ്റില്ലല്ലോ പാരിതോഷികം കിട്ടിയത്. സംശയിക്കില്ലേ? സവാദിനെ സഹായിക്കാൻ ഇവിടെ എമ്പാടും ആളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലാക്കിക്കോ. ഇസ്ലാം മതത്തെ നിന്ദിച്ചു എന്നതിന്റെ പേരിൽ നിന്ദിക്കാത്ത, അപമാനിക്കാത്ത, മതനിന്ദയോ പ്രവാചക നിന്ദയോ നടത്താത്ത ഒരു സാധു മനുഷ്യനെ ക്രൂരമായി പീഡിപ്പിച്ചു, കൊല ചെയ്തു. അദ്ദേഹത്തിന്റെ ജോലി പോയി, നിർഭയത്വം നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ മകനെ പോലീസ് കൊണ്ടുപോയി ഇഞ്ചിഞ്ചായി മർദ്ദിച്ച് അമ്മയുടെ മുലപ്പാല് സഹിതം അതിനെ കൊണ്ട് തുപ്പിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ മാനസിക സമ്മർദ്ദം സഹിക്കാൻ പറ്റാതെ ആത്മഹത്യ ചെയ്തു. ഇത്രയും ക്രൂരകൃത്യങ്ങൾ ചെയ്ത ഇവരെ വിമർശിക്കാൻ, ഇവര് ചെയ്തത് തെറ്റാണ് എന്ന് പറയാൻ, ഞങ്ങൾ ഇവരോടൊപ്പമല്ല എന്ന് പറയാൻ ഒരൊറ്റ മുസ്ലിമോ മുസ്ലിം സംഘടനയോ തയ്യാറായിട്ടില്ല. എന്താ കാരണം? ഇത് ഖുർആനിക ശിക്ഷയാണ്. ഇത് ഖുർആൻ പറഞ്ഞ ശിക്ഷയാണ്. അള്ളാഹുവിനെയോ അവന്റെ ദൂതനെയോ നിഷേധിക്കുകയോ വിമർശിക്കുകയോ നിന്ദിക്കുകയോ അപമാനിക്കുകയോ ചെയ്താൽ അവനെ കൊല്ലണം, അവനെ നാട് കടത്തണം.
എതിർദിശകളിൽ നിന്ന് കൈകാലുകൾ ഛേദിക്കണം, ഒറ്റപ്പെടുത്തണം, നിന്ദ്യമായി നീചമായി പീഡിപ്പിക്കണം. ഇത് നിങ്ങൾ ചെയ്യണം, ഞാൻ വേറെ ചെയ്തോളാമെന്ന് പരലോകത്തിലുള്ള. എന്നാൽ ഇന്നിതാ അതേപോലെ തന്നെ ഒരു ഭരണകക്ഷിയായ MLA ഹൈന്ദവ മതത്തെ വളരെ മോശമായ രൂപത്തിൽ നിന്ദിച്ചിട്ടുണ്ട്, അപമാനിച്ചിട്ടുണ്ട്. ഒരിക്കലും ഞാൻ ഒരു ഹൈന്ദവ മതവിശ്വാസിയല്ല, ഇസ്ലാം മതവിശ്വാസിയല്ല, ക്രൈസ്തവ മതവിശ്വാസിയല്ല. മനുഷ്യന് വേണ്ടത് മനുഷ്യത്വമാണ് മതത്തെക്കാളേറെ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഭരണകക്ഷിയായ ഒരു MLA ഹൈന്ദവ മതത്തെ വളരെ മോശമായ രൂപത്തിൽ അപമാനിച്ചപ്പോൾ, അവഹേളിച്ചപ്പോൾ അയാളെ കൊല്ലാൻ ഹിന്ദുക്കൾ ആയുധമെടുത്തിട്ടില്ല, ബോംബെറിഞ്ഞ് ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടില്ല, ഹൈന്ദവ സംഘടനകൾ അയാളെ കൊല്ലാൻ ആഹ്വാനം ചെയ്തിട്ടില്ല, അയാളുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയിട്ടില്ല. അപ്പോൾ അവരെത്രമാത്രം ജനാധിപത്യത്തോട് ചേർന്ന് നിൽക്കുന്നവരാണെന്ന് ആലോചിച്ച് നോക്കാം. ശ്രീരാമനെയും ഹൈന്ദവ വിശ്വാസികളെയും അവഹേളിച്ച CPM MLA ബാലചന്ദ്രനെതിരെ പ്രതിഷേധമെങ്ങും കനക്കുകയാണ്. മാപ്പ് പറഞ്ഞ് തടിയൂരാൻ MLA ശ്രമിച്ചെങ്കിലും നിരവധി പേരാണ് ബാലചന്ദ്രനെതിരെ ഇപ്പോൾ രംഗത്തെത്തുന്നത്. ഇപ്പോഴത്തെ MLA വാരിയിലക്കുന്ന ഒരു യുവാവിന്റെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതും. അത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. നമസ്കാരം, ശ്രീധറായാണ്. തൃശ്ശൂരിന്റെ MLA P ബാലചന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം ആ പോസ്റ്റ് ഒന്ന് കണ്ടു നോക്കും. രാമൻ ഒരു സാധുവായിരുന്നു. കാലിൽ ആണിയുണ്ടായിരുന്നത് കൊണ്ട് എടുത്തുചാട്ടക്കാരനായിരുന്നില്ല. ഒരു ദിവസം ലക്ഷ്മണൻ ഇറച്ചിയും പൊറോട്ടയും കൊണ്ടുവന്ന് ചേട്ടത്ത് സീത 3 പേർക്കും വിളമ്പി. അപ്പോൾ ഒരു മാൻകുട്ടി അതുവഴി വന്നു. സീത പറഞ്ഞു, രാമേട്ട അതിനെ കരവെച്ച് തരണം. രാമൻ മാനിന്റെ പിറകെ ഓടി. മാൻ മാരിയപ്പൻ എന്ന മുടിയനായിരുന്നു. മാൻ രാമനെ വട്ടക്കരയ്ക്ക് വഴി തെറ്റിച്ചു. നേരം പോയി. ലക്ഷ്മണൻ ഇറച്ചി തിന്ന കൈ നക്കിയിരിക്കുകയാണ്. സീത പറഞ്ഞു, തെണ്ടി നക്കിയും നോക്കിയും ഇരിക്കാതെ രാമേട്ടനെ പോയി നോക്ക്, എട്ടുമുട്ടും തിരിയാത്ത അദ്ദേഹത്തെ കൊണ്ടുവാ. കണ്ടല്ല, എത്ര ആർജവത്തോടെയും എത്ര അഹങ്കാരത്തോടെയാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്ന ശ്രീരാമസ്വാമിനെയും സീതാദേവിനെയും ലക്ഷ്മണനെയൊക്കെ ഇങ്ങനെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിശ്വസിക്കുന്നോ വിശ്വസിക്കുന്നില്ലേ എന്നത് രണ്ടാമതാണ്. വലിയ ഒരു വിഭാഗം ആളുകൾ ഹൃദയത്തിലേറ്റുന്ന ആളുകളെ അപ്പൊ ചോദിക്കും, പ്രവാചകനെയും അങ്ങനെ തന്നെയാണ്. ആരും അപമാനിച്ചിട്ടില്ല, ആരും നിന്ദിച്ചിട്ടില്ല, ആരും പരിഹസിച്ചിട്ടില്ല, ആരും പുലഭ്യം പറഞ്ഞിട്ടുമില്ല. പ്രവാചകനെ ആദ്യമായി നിന്ദിച്ചത് ബുഖാരിയാണ്. ഇമാം ബുഖാരി എഴുതിയ ഹദീസുകളാണ് പ്രവാചകനെ നിന്ദിച്ചത്. ഖുർആനിന്റെ പരിഭാഷകരാണ് അള്ളാഹുവിനെ നിന്ദിച്ചത്. പ്രവാചകനെ അപമാനിച്ചതും പെണ്ണുകൊതിയനായി ചിത്രീകരിച്ചതും യുദ്ധക്കൊതിയനും ചോരക്കൊതിയനുമായി പ്രവാചകനെ ലോക ചരിത്രത്തിൽ കാണിച്ചു തന്നത് ഹദീസ് പണ്ഡിതന്മാരും ഇസ്ലാമിക ചരിത്രകാരന്മാരും ഖുർആൻ വ്യാഖ്യാതാക്കളുമാണ്. അവര് പറഞ്ഞ ഭാഗം ഞങ്ങൾ എടുത്ത് കാണിക്കുന്നതേ ഉള്ളൂ. എന്ത് ചങ്കുറ്റത്തോടെയാണ് പറയണത്. ഈ ചങ്കുറ്റം വരാനുള്ള കാര്യം എന്താണെന്ന് അറിയാമോ? ഹിന്ദുക്കളുടെ നട്ടെല്ലും വളഞ്ഞിരിക്കൊണ്ടാണ്. ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രതികരിക്കുകയാണ് ആൾക്കാരൊക്കെ വർഗീയവാദികളും ചാണകമെന്നും സംഖ്യയെന്നും വിളിക്കാൻ നേരത്ത് അത് പേടിച്ചിരിക്കണം. കുറെ ഹിന്ദു എന്ന് പറഞ്ഞ് അമ്പലത്തിൽ പോയി വിശ്വാസമുള്ള ഒരാളുണ്ടല്ലേ മിണ്ടാതിരിക്കണം. അവന്മാരൊക്കെ ഇനിയും ഇലക്ഷന് നിൽക്കാൻ നേരത്ത് ഈ അരിവാഴ്ചിട്ടിയ നക്ഷത്രത്തെ കുത്തോന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഇവന്മാർ ഇത്തരത്തിൽ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ചങ്കുറ്റത്തോടെ ഇതിനെതിരെ പ്രതികരിക്കണവരാ ഇവന്മാര് വർഗീയവാദികളെന്നും ചാണകമെന്ന് വിളിക്കുമ്പോ അപ്പുറത്ത് നിന്ന് മാറിച്ചിരിക്കണ കുറെ ഹിന്ദു എന്ന് പറഞ്ഞു നടന്ന് അമ്പലത്തിൽ പോയി വിശ്വസിക്കണ പറയാനുണ്ടല്ലോ. അവന്മാര് മിണ്ടാതിരിക്കണോണ്ട് ഈ അഹങ്കാരം ഇങ്ങനെ കയറി ഇതുപോലത്തെ പോസ്റ്റുകൾ ഉണ്ടാവും. ഇനിയും നിങ്ങൾ പ്രതികരിക്കേണ്ട സ്ഥാനത്ത് പ്രതികരിക്കണം. ആരും വാലാട്ടി അവരെ പുറകെ നടന്നിട്ടൊന്നും കാര്യമില്ല. നമ്മുടെയൊക്കെ വിശ്വാസത്തെ നിമിഷ നേരം കൊണ്ടാണ് അവർ ഇല്ലാതാക്കുന്നത്. ഇത് വേറെ വല്ല മതത്തിൽപ്പെട്ട അവരെ ദൈവങ്ങളെന്ന് പറയണെങ്കില പറയൂല, പറഞ്ഞാൽ തല ഉണ്ടാവൂല, കൈ ഉണ്ടാവൂല. ആ അവസ്ഥയാണ്. അതായത് തൃശ്ശൂരിൽ നല്ല നട്ടലുള്ള ആൺകുട്ടികൾ എന്നുള്ളത് സംശയമില്ല. അതുകൊണ്ട് ബാലചന്ദ്ര സാറ് ഇതുപോലെ സാറ് എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ പേരാണ്, എന്തായിക്കോട്ടെ. ഇതുപോലെ അധിക്ഷേപിക്കാൻ നേരത്ത് പഴയ പോലെ ഒന്നും ആളുകൾ നോക്കിയിരിക്കാൻ എന്ന് നോക്കിയിരിക്കുമെന്ന് വിചാരിക്കരുത്. പ്രതികരണം ഏതായാലും ഉണ്ടാകും. ഏതായാലും ഫസ്റ്റ് പ്രതികരണം വന്നപ്പോ തന്നെ പുള്ളിക്കാരൻ എല്ലാവർക്കും ആരും വിഷമിക്കരുത്, ഞാൻ നിർവാചം ഖേദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇടുന്നുണ്ട്. അങ്ങനെ പോസ്റ്റ് ഇട്ടിട്ടൊന്നും കാര്യമില്ല. ആൾക്കാരെ വെറുതെ ഇരിക്കണ ആൾക്കാരുടെ വന്നിട്ട് ആവശ്യമില്ലാണ്ട് ശ്രീരാമസ്വാമിയുടെ സീതയുടെയും പേരിൽ അനാവശ്യ കഥകളൊക്കെ ഉണ്ടാക്കി പോസ്റ്റ് ഇറക്കിയിട്ട് അത് കണ്ട് കുറെ പേര് രസിച്ച് സന്തോഷിച്ചിരുന്ന അവരുടെയൊക്കെ സന്തോഷം കണ്ടിട്ട് ഇപ്പൊ കുറച്ചൊരു പ്രതികരിച്ചപ്പോ ഖേദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. കാരണം അധിക്ഷേപിക്കാൻ നിങ്ങൾ ഇതൊന്നും അറിയാത്ത ആൾക്കാരല്ല. ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് ശ്രീരാമസ്വാമിനെയും സീതാദേവിനെയൊക്കെ വിശ്വാസമുള്ളവരാണെന്ന് അറിയാത്തവരൊന്നുമല്ല. അപ്പൊ നിങ്ങൾ ആരെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, ആരെയൊക്കെ സന്തോഷത്തിന് വേണ്ടി ഹിന്ദുക്കൾക്ക് എതിരെ എന്ത് പറഞ്ഞാലും പ്രതികരിക്കൂല എന്ന വിശ്വാസത്തിന്റെ പുറത്താണ് പോസ്റ്റ് ഇട്ടത്. അത്രയ്ക്ക് മണ്ടറൊന്നുമല്ലല്ലോ നിങ്ങൾ.
ഇപ്പൊ നിർവ്യാജം ഖേദിക്കുന്നു. തൃശ്ശൂരുകാരെ, നിങ്ങൾക്കിത് തിരിച്ചറിഞ്ഞ് പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം നമ്മൾക്കൊക്കെ ഒരു പേരില്ലാത്ത രീതിയിലാണ് ജനപ്രതിനിധികൾ വരെ സോഷ്യൽ മീഡിയയിൽ ഓപ്പൺ ആയിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും മിണ്ടാതിരുന്നാൽ, ഇനിയും ഇതൊക്കെ കേട്ട് സഹിച്ച് ഇലക്ഷൻ വരാൻ നേരത്ത് കൈ അരിവാചുറ്റികിട ഇതിന്റെയൊക്കെ അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇവന്മാര് ഇനിയും തുടർന്നുകൊണ്ടിരിക്കും ഇതുപോലെ നമ്മുടെ വിശ്വാസങ്ങളെ, നമ്മുടെ സന്തോഷങ്ങളെയൊക്കെ അധിക്ഷേപിച്ചുകൊണ്ട് പോസ്റ്റുകൾ ഇടാൻ. പ്രതികരിക്കേണ്ട സ്ഥലത്തൊന്നും പ്രതികരിക്കും, ഇല്ലെങ്കിൽ നമ്മയൊക്കെ വെറും ആയി മാറും. തൃശൂർ MLA പി ബാലചന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എല്ലാവരും ഒന്ന് വായിക്കേണ്ടത് തന്നെയാണ്. കോടിക്കണക്കിന് ഹൈന്ദവ വിശ്വാസികളുടെ വിശ്വാസ പ്രമാണങ്ങളെ ഇത്രയും നികൃഷ്ടവും നീചവുമായ പ്രയോഗങ്ങളിലൂടെ ചവിട്ടിമെതിക്കാൻ ഇവർക്ക് കഴിയുന്നത് ഇടതനും വലതനും സാംസ്കാരികമായും സാമ്പത്തികമായും ഇവിടെ തകർത്ത ഒരു സമൂഹമാണ് ഉള്ളതെന്ന ചിന്തയിൽ തന്നെയാണ്. മതഭീകരവാദികളുടെ വോട്ടിന് വേണ്ടി സ്വന്തം നാടിനെയും സംസ്കാരത്തെയും ഇവർ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരുടെയെങ്കിലും മതവിശ്വാസത്തെ വിമർശിക്കാൻ പാടില്ല എന്നിവിടെ ആർക്കും പറയാൻ പാടില്ല. നമ്മൾ ജനാധിപത്യത്തിലാണ് വിശ്വസിക്കുന്നത്. ഈ ജനാധിപത്യത്തിൽ എല്ലാവരെയും വിമർശിക്കാം. ഏതൊരു ആശയത്തെയും ആദർശത്തെയും മതത്തെയും ഒക്കെ വിമർശിക്കാം. അത് വിമർശനമായിരിക്കണം എന്ന് മാത്രം. നന്ദി.